ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെസൺ ഇംഗ്ലീഷിലെ സെക്കൻഡ് ലെസണാണ് എനി വുമൺ റിട്ടൺ ബൈ കാതറിൻ ടൈനർ. അപ്പോൾ നമുക്ക് ഈ പോയം ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എം ഐ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് വാൾ ടു റൂയിൻ മീ അറ്റർലി. അതായത് ഈ ഫസ്റ്റ് 4 ലൈൻസ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ഐ എന്നുള്ളത് കൊണ്ട് റെഫർ ചെയ്തേക്കുന്നത് മദറിനെയാണ്. മദറിനെ, അമ്മയെ പറ്റിയാണ് ഈ പോയം നമ്മൾ ഫുള്ളി പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഐ എന്ന് യൂസ് ചെയ്തേക്കുന്നത് ഐ ആം മദർ. മദറാണ് ഈ പോയത്തിൽ ഐ എന്നുള്ള പേഴ്സൺ. അപ്പോൾ മദർ പറയാണ്, ഞാനാണ് ഈ വീടിൻ്റെ പില്ലേഴ്സ്. പില്ലേഴ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹൗസ്, ഒരു വീട് നിലനിൽക്കണമെങ്കിൽ അതിന് പില്ലേഴ്സ് വേണം. പില്ലേഴ്സ് ഇല്ലാതെ അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതിനെ താങ്ങി നിർത്തുന്നത് ആ പില്ലേഴ്സാണ്. ആ വീടിനെ മേൽക്കൂരയും താങ്ങി നിർത്തുന്നത് പില്ലേഴ്സാണ്. അപ്പോൾ പില്ലേഴ്സ് ഇല്ലെങ്കിൽ ഹൗസിന് തന്നെ നിലനിൽക്കാൻ സാധിക്കില്ല. ദ സെക്കൻഡ് ലൈൻ, ദി കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എം ഐ. ആർച്ചിലെ, അതായത് നമ്മളുടെ എൻട്രൻസിലെ അതിലെ മെയിൻ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഞാനാണ്. കീ സ്റ്റോൺ എടുത്തു മാറ്റിയാൽ ആർച്ച് മൊത്തത്തിൽ തകർന്നു പോകും. അപ്പോൾ ആർച്ചിലെ കീ സ്റ്റോണും മദറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആർച്ചിലെ കീ സ്റ്റോണും ഞാനാണ്. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അറ്റർലി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എന്നെ എടുത്തു മാറ്റിയാൽ റൂഫും, അതായത് മേൽക്കൂരയും ഭിത്തികളും എല്ലാം പെട്ടെന്ന് തന്നെ തകർന്നു പോകും. റൂയിനിൽ താഴെ വീണ് തകർന്നു പോകും. ഇതാണ് ഈ 4 ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത് വിച്ച് എൽസ് വെയർ കൂൾഡർ ദാൻ എ സ്റ്റോൺ. ഈ 4 സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയാണ് ഒരു ഫാമിലിയെ ജീവനുള്ളതാക്കുന്നത് എന്നാണ്. അപ്പോൾ ഹെർത്ത്, അതായത് അടുപ്പിലെ ഫയർ, തീ ഞാനാണെന്നാണ് പറയുന്നത്. അടുപ്പിലെ തീ ഞാനാണ്, സൂര്യൻ്റെ നല്ല പ്രകാശവും ഞാനാണ്, ഭൂമിക്ക് ചൂട് നൽകുന്ന, ഭൂമിയെ വാം ചെയ്യുന്ന, ചൂട് പിടിപ്പിക്കുന്ന ഹീറ്റും ചൂടും ഞാനാണ്. ഞാനില്ലെങ്കിൽ സ്റ്റോണിനേക്കാൾ തണുത്തതായിരിക്കും ഭൂമി. അപ്പോൾ ഇതാണ് ഈ 4 ലൈൻസിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മദർ ഇല്ലാതെ, അമ്മയില്ലാതെ ഒരു വീട് ജീവിക്കാനുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അമ്മയില്ലെങ്കിൽ ആ വീട്ടിൽ ജീവനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേറൊരു മീനിങ്ങും കൂടെ ഉണ്ട്. സണ്ണില്ലെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സണ്ണില്ലെങ്കിൽ, അതായത് സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. സൂര്യൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് അമ്മയില്ലെങ്കിൽ നമുക്കൊരു വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല. അമ്മയില്ലാതെ ആ വീട് കംപ്ലീറ്റ് ആവില്ല. എല്ലാ കാര്യങ്ങളുടെയും ഓൾറൗണ്ടർ എന്ന് പറയുന്നത് മദറാണ്. അപ്പോൾ ഒരു വീടിനെ ജീവനുള്ളതാക്കി മാറ്റുന്നത് അമ്മയാണെന്നാണ് നമ്മൾ ഈ 4 ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റാൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ അനാഫോറ എന്ന് പറഞ്ഞൊരു പോയറ്റിക് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഐ ആം എന്നാണ് ഇത് 3 ലൈൻസും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയത്തിൽ ഇതേപോലെ സെയിം വേർഡ്സ് വെച്ച് ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് തന്നെ സെയിം വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അനാഫോറ, ദ പോയറ്റിക് ഡിവൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി എഴുതാൻ നേരത്തും അതേപോലെ തന്നെ ഈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ടെങ്കിലും നമുക്കിതിൽ അനാഫോറ എന്നുള്ള പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാവുന്നതാണ്. ഓക്കെ. ഇനി തേർഡ് സ്റ്റാൻസ്. At me the children warm their hands, I am the light of love alive. Without me, call the hot stone stands, nor could the precious children stray. അപ്പോൾ ഈ സ്റ്റാൻസിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് നോക്കാം. എൻ്റെ അടുത്താണ് ചിൽഡ്രൻ, അവരുടെ കൈകളെ ചൂട് പിടിപ്പിക്കുന്നത്. അതായത് അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് ഈ ലൈൻസിൽ മീൻ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ഞാനാണ് അവരുടെ ജീവിക്കാനുള്ള സ്നേഹത്തിൻ്റെ പ്രകാശം ഞാനാണ്. വിത്തൗട്ട് മീ കോൾ ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാനില്ലെങ്കിൽ അടുപ്പുകല്ല് തണുത്തിരിക്കും. അതായത് ആരും അവർക്ക് വേണ്ടി കുക്ക് ചെയ്യില്ല. ഞാനാണ് അവിടെ പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് ഞാനാണെന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നോർ കുഡ് ദ പ്രീഷ്യസ് ചിൽഡ്രൻ ട്രൈ. അവർക്ക് നന്നായി വളരാനും ഉന്നതി പ്രാപിക്കാനും ഞാനില്ലെങ്കിൽ സാധിക്കില്ല എന്നാണ് ഈ ലാസ്റ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 4 സ്റ്റാൻസ്. നമുക്ക് 4ാമത്തെ സ്റ്റാൻസ് നോക്കാം. I am the twist that holds together the children in its sacred room.
ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടുഗെദർ ഇൻ എ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എവാൻഡറിങ്. ഇത് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ യഥാർത്ഥ സ്നേഹം അതായത് മക്കളെ, ഫാമിലിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ സാക്രഡ് റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലഡ് റിലേഷൻ, അതായത് ഒരു ഹോളി, പരിശുദ്ധമായ പവിത്രമായ ഒരു റിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ അമ്മയുടെ സ്നേഹത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ സ്നേഹം കൊണ്ട് എല്ലാവരെയും, മക്കളെ എല്ലാവരെയും അതിൻ്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കുകയാണ്. അത് അവർ അലഞ്ഞിരിഞ്ഞ് നടക്കാത്ത വിധം അവർ ചേർത്ത് പിടിക്കുകയാണെന്നാണ് ഈ 4 സ്റ്റാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻ അവരുടെ റൈറ്റ് പാത്തിലായിരിക്കും. അമ്മയുടെ ഈ സ്നേഹവും ഈ കരുതലും ഈ ചേർത്ത് പിടിക്കലും ഈ സാക്രഡ് റിങ്ങിനുള്ളിലായിരിക്കുന്ന ആ മക്കൾ കൃത്യമായ പാതയിലായിരിക്കും അവർ മുമ്പിലേക്ക് പോകുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാമിലിയിൽ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിക്കുന്ന സീക്രട്ട് റിംഗ് ആണ് മദർ. അതാണ് ഈ 4 ലൈൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന, ക്ലോസ് ചെയ്ത് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു റോപ്പായിട്ടാണ് ഇവിടെ മദറിനെ കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാൻസിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് ദ ബോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് റൂഫ്, ഐ ഷേക്ക് ദ ഡൗൺ ടു ദ ബെഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്ലോർ മുതൽ റൂഫ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ അമ്മയാണ് പെർഫോം ചെയ്യുന്നത്. തുന്നലാണെങ്കിലും തയ്ക്കലാണെങ്കിലും മടക്കലാണെങ്കിലും ഒതുക്കലാണെങ്കിലും എല്ലാം അമ്മയാണ് പെർഫോം ചെയ്യുന്നത്. അതേപോലെ ഡേ ബൈ ഡേ, എല്ലാ ഡേയും എവറി ഡേ, എല്ലാ ദിവസവും ബ്രേക്കില്ലാതെ തന്നെ എല്ലാ ദിവസവും വീട് ഡെക്കറേറ്റ് ചെയ്യണം, വീട് അലങ്കരിക്കണം, ഒതുക്കി വെക്കണം, വീട്ടിലെ സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കണം. അതേപോലെ ഡിന്നർ സെറ്റ് ചെയ്യണം, അതായത് ഭക്ഷണം ഒരുക്കണം, ബെഡ് ഒരുക്കണം, കിടക്ക വിരിക്കണം. അതേപോലെ അത് ശരിക്കും അത് ഒരു കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു കൂട് കൂട്ടുന്നത് പോലെ, അത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെ, അതായത് തൻ്റെ ചിക്സിനെ ഫീഡ് ചെയ്യുന്നത് പോലെ, കിളിക്കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത് പോലെ അമ്മ എല്ലാം ഒരുക്കണം ഡേ ബൈ ഡേ. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കില്ലാതെ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നാണ് ഈ 4 ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഐ ആം ദ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, ദ വൂം എ വുമൺ ലാഡ് ഇൻ എ മാംഗോ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസാണ്, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസാണ്. അതായത് ഇവിടെ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കാലിത്തൊഴുത്ത്. അപ്പോൾ കാലിത്തൊഴുത്തിൽ ജനിച്ചതാരാ? യേശു. അപ്പോൾ ജീസസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീസസിനോട് അമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് അവർ നല്ലൊരു നിലയിൽ എത്തുന്നത് വരെ എൻ്റെ ജീവൻ നഷ്ടപ്പെടരുതേ, അതായത് എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അത്രയും ഡീപ്പായിട്ടുള്ള സ്നേഹത്തെയാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള വരികൾ നോക്കി. എല്ലാ ഡേഞ്ചറിനും എതിരെയുള്ള ബോൾ ഞാനാണെന്നാണ് പറയുന്നത്. അവരെ കാറ്റിലും മഞ്ഞിലും നിന്നെല്ലാം തടഞ്ഞു നിർത്തുന്ന ഡോർ, അത് ഞാനാണ്, വാതിൽ ഞാനാണ്. എന്നെ തകർത്തതിന് ശേഷം മാത്രമേ അവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ. അതായത് അവരെ തൊടാൻ സാധിക്കില്ല എന്നാണ് ഈ 2 വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിനെ പറ്റിയാണ് ഈ പോയത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. എല്ലാ ഡേഞ്ചേഴ്സും, ഇപ്പോൾ ഫാമിലിയിൽ വരുന്ന ഡേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിൻഡും സ്നോയും അല്ല, ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് വരാം, എന്തെങ്കിലുമൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഫാമിലിയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻ കാണുന്ന ഒരാൾ മദറാണ്. രോഗങ്ങളാകാം, ഡിസീസസ് ആകാം, ഇമോഷണൽ പ്രോബ്ലംസ് ആകാം, അങ്ങനെ എന്തും ആകാം, ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ആകാം. അപ്പോൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മളുടെ ഫാമിലിയിലേക്ക് ഒരു പ്രോബ്ലം വന്നാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ മദറായിരിക്കും ഏറ്റവും മുമ്പിലുണ്ടാവുക. അതാണ് ഈ സ്റ്റാൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിനെ പറ്റിയുള്ളൊരു പോയമാണിത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ അകത്ത്. ഈ ചാപ്റ്ററിൻ്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വുമൺ തൻ്റെ ഫാമിലിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എംബ്രാസ് ചെയ്യുന്നു എന്ന് മീൻ ചെയ്യുന്ന ഒരു പോയമാണ്. അപ്പോൾ നമുക്കതിവിടെ കാണാൻ പറ്റും. എംബ്രാസിങ് പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് എ ഫാമിലി ടുഗെദർ. അപ്പോൾ ഇതാണ് അതിൻ്റെ തീം ഓഫ് ദ പോയം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.